ഹലോ മൈ ഡിയർ ലെവൻറ്റീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്ന ക്ലാസ് 11ലെ ഫിസിക്സിന്റെ ചാപ്റ്ററിലുള്ള ആക്സിലറേഷൻ എന്നുള്ള കൺസെപ്റ്റ് ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ കൺസെപ്റ്റ് ആണെങ്കിൽ പോലും അത് നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് മോഷൻ പ്ലെയിനിൽ നമ്മൾ അത് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ ഫോഴ്സ് പഠിക്കുന്ന സമയത്ത് ആക്സിലറേഷനെ കുറിച്ചുള്ള അറിവ് നല്ല രീതിയിൽ വേണം. അപ്പൊ ചെറിയൊരു കൺസെപ്റ്റ് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി പോവാം. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ കൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. ആക്സിലറേഷൻ എന്നുള്ളതാണ് ടോപ്പിക്. കഴിഞ്ഞ രണ്ട് വീഡിയോസിലായിട്ട് ഈ ചാപ്റ്ററിൽ നിന്നുള്ള രണ്ട് വീഡിയോസിലായിട്ട് നമ്മൾ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ച് പഠിച്ചിരുന്നു. സ്പീഡ് ആൻഡ് വെലോസിറ്റി, വെലോസിറ്റിയും സ്പീഡിന്റെയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷർമെന്റ് നമ്മൾ പഠിച്ചു. അതായത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്, ആവറേജ് സ്പീഡ്, ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ എന്താണ്, എങ്ങനെയാണ് ഈ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ വീഡിയോസും ഉൾപ്പെടുന്ന ഒരു പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ നിങ്ങൾക്ക് ഏത് ടോപ്പിക് ആണെന്നുള്ളത് ചൂസ് ചെയ്തിട്ട് വാച്ച് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ആക്സിലറേഷൻ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ആദ്യം നമുക്ക് യൂണിഫോം മോഷൻ എന്താണ്, നോൺ യൂണിഫോം മോഷൻ എന്താണെന്ന് നോക്കാം. യൂണിഫോം മോഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വസ്തു ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് കവർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഒബ്ജക്ട് ഈസ് undergoing uniform motion. യൂണിഫോം മോഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ടൈം ഇന്റർവെൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു യാത്ര പുറപ്പെട്ടു, അതിൽ ആദ്യത്തെ മിനിറ്റിൽ നമ്മൾ ഒരു 10 മീറ്റർ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്തത്. അടുത്ത മിനിറ്റിൽ നോക്കുമ്പോഴും 10 മീറ്റർ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്തിരിക്കുന്നത്. അടുത്ത മിനിറ്റിലും അങ്ങനെ ഓരോ സമയത്തും ഈക്വൽ ആയിട്ടുള്ള ടൈം ഇന്റർവെല്ലിൽ നമ്മൾ കവർ ചെയ്തിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന മോഷനെയാണ് യൂണിഫോം മോഷൻ. നമ്മൾ മാത്രമല്ല, ഏതൊരു ഒബ്ജക്റ്റിനാണെങ്കിലും ഇഫ് എൻ ഒബ്ജക്ട് കവേഴ്സ് equal displacements in equal intervals of time, it is said to have യൂണിഫോം മോഷൻ. അപ്പൊ അതിന്റെ നേരെ തിരിച്ചാണ് നോൺ യൂണിഫോം മോഷൻ അല്ലെ. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അണ്ടർഗോ ചെയ്യുന്നത് നോൺ യൂണിഫോം മോഷനിലാണ്. കാരണം പലപ്പോഴും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കൃത്യ ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി അത്ര പോസിബിൾ അല്ല. നമ്മൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നല്ല ഹെവി ട്രാഫിക് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് സ്പീഡ് കുറയ്ക്കേണ്ടി വരും അല്ലെ. നല്ല സ്മൂത്ത് ആയിട്ട് അധികം റഷ് ഒന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് കുറച്ച് സ്പീഡിൽ പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിലുള്ള മോഷൻസ് എല്ലാം തന്നെ നോൺ യൂണിഫോം മോഷൻ ആണ്. നമുക്ക് ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യാൻ പറ്റാറില്ല പലപ്പോഴും അല്ലെ. ഒരു ഈക്വൽ ഇന്റർവെല്ലിന് അൺഈക്വൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് പറയാം, നോൺ യൂണിഫോം മോഷൻ എന്ന് പറയാം. ഈ ഡിസ്പ്ലേസ്മെന്റും ടൈമും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ പഠിച്ചിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന കാര്യമാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. അപ്പൊ നോൺ യൂണിഫോം മോഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഡിഫറെന്റ് ആണ്, വിച്ച് മീൻസ് വാട്ട്, വെലോസിറ്റി is going to be different. അപ്പോ ഈ ചേഞ്ച് ഇൻ വെലോസിറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം എന്നതിന് ഉത്തരാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിന് ആക്സിലറേഷൻ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം, there should be a change in velocity. വെലോസിറ്റി നമ്മൾ പഠിച്ചതാണ്, ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി, അതായത് അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാറാം, അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ മാറാം, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് മാറിയാലും നമുക്ക് എന്ത് പറയാം, that object is having a change in velocity and hence it is accelerated. എവിടെയൊക്കെ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടോ അതിനെല്ലാം നമുക്ക് ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഓരോ സിറ്റുവേഷൻ, ഇപ്പൊ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ്, ഒന്നുകിൽ മാഗ്നിറ്റ്യൂഡ് മാത്രം ചേഞ്ച് ആവാം, അല്ലെങ്കിൽ ഡയറക്ഷൻ മാത്രം ചേഞ്ച് ആവാം, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒരുമിച്ച് മാറാം എന്ന് പറഞ്ഞു. ഈ 3 സന്ദർഭങ്ങളിലും എന്താണ്, ആക്സിലറേഷൻ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ഓരോന്നിനുള്ള 1-2 എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. ഒരു വസ്തു ഫ്രീലി ഫോളിംഗ് ആണെന്ന് വിചാരിക്കുക. അതായത് ഒരു ഹൈറ്റിൽ നിന്ന് നമ്മളൊരു ബോളിനെ താഴേക്ക് ഇടുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ആ ഹൈറ്റിൽ നിന്ന് ആ വസ്തുവിനെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി 0 ആണ് അല്ലെ. പക്ഷെ അത് താഴേക്ക് വരും തോറും വെലോസിറ്റിന്റെ വാല്യൂ കൂടി കൂടി വരികയാണ്. ഡയറക്ഷനിൽ മാറ്റമൊന്നുമില്ല, മുകളിൽ നിന്ന് താഴേക്ക് മാത്രമാണ് ആ വസ്തു വരുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഡയറക്ഷനിൽ മാറ്റം ഒന്നും സംഭവിക്കുന്നില്ല, ബട്ട് ഇറ്റ് ഇൻക്രീസസ് ഇറ്റ് സ്പീഡ്. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി കൂടി കൂടി വരുന്നുണ്ട്. അപ്പൊ when there is a change in magnitude, change in velocity and hence it is accelerated. അപ്പൊ ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറയുന്നത് ഒരു ആക്സിലറേറ്റഡ് മോഷൻ ഉള്ള എക്സാമ്പിൾ ആണ്. അവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി is keep on changing and hence there is a change in velocity and hence it is accelerated. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം.
ഒരു സർക്കുലർ പാത്തില് യൂണിഫോം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു വസ്തു സർക്കുലർ ട്രാക്കിൽ മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഒരു 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആ വസ്തുവിന്റെ സ്പീഡ് എന്ന് വിചാരിക്കാം. ഓരോ സമയത്തും നോക്കുമ്പോഴും 20 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് സ്പീഡ്. പക്ഷെ ഓരോ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിലും ആ വസ്തുവിന്റെ വെലോസിറ്റിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ ഓരോ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിലും ആ വസ്തുവിന്റെ ഡയറക്ഷൻ, മൂവ്മെന്റിന്റെ ഡയറക്ഷൻ ചേഞ്ചസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, മാഗ്നിറ്റ്യൂഡ് മാറിയാൽ ദർ ഇസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി ആൻഡ് ഹെൻസ് ഇറ്റ് ഇസ് ആക്സിലറേറ്റഡ്. ഇനി ഡയറക്ഷൻ മാറുന്നു എന്ന് വിചാരിക്കാം, അപ്പോഴും ദർ ഈസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി. കാരണം വെലോസിറ്റി എന്ന് പറയുന്നത് സ്പീഡ് മാത്രമല്ല, സ്പീഡ് വിത്ത് ഡയറക്ഷൻ ആണ്. അപ്പോൾ ഡയറക്ഷൻ മാറിയാലും വെലോസിറ്റി മാറി എന്നാണ് അർത്ഥം. വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടായാൽ നമുക്ക് എന്ത് പറയാം? ആക്സലറേറ്റഡ് മോഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെയും ആക്സലറേഷന്റെ എക്സാമ്പിൾ തന്നെയാണ്. ഇനി നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന അടുത്ത ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന ഒരു മോഷനാണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. പ്രൊജക്ടൈൽ മോഷൻ വെച്ചാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോ എല്ലാവർക്കും നല്ല ഫെമിലിയർ ആയിട്ട് നിൽക്കുന്ന ഒരു സ്പോർട്ടിംഗ് ഇവന്റ് ആണ് ജാവലിൻ ത്രോ എന്ന് പറയുന്നത് അല്ലെ. കാരണം നമുക്ക് ഇന്ത്യക്ക് ഗോൾഡ് മെഡൽ കിട്ടിയ ഒരു സ്പോർട്ടിംഗ് ഇവന്റ് ആയിരുന്നു. അപ്പോൾ ജാവലിൻ ത്രോ എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. ഒരു വസ്തുവിനെ നമ്മൾ ഒരു ആംഗിൾ വെച്ചിട്ട് എറിയുന്ന സമയത്ത് അതൊരു പാരബോളിക് പാത്തിലൂടെ ട്രാവൽ ചെയ്ത്, അതായത് കുറച്ച് ഹൈറ്റിലോട്ട് പോകും, എന്നിട്ട് അതിനുശേഷം ഗ്രൗണ്ടിലോട്ട് തന്നെ തിരിച്ചു വരും. നേരെ മുകളിലോട്ടല്ല നമ്മൾ എറിയുന്നത്. അങ്ങനെയുള്ള മോഷൻ, പ്രൊജക്ടൈൽ മോഷൻ നോക്കുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും വ്യത്യാസം വരുന്നുണ്ട്, ഡയറക്ഷനും വ്യത്യാസം വരുന്നുണ്ട്. രണ്ടും ഒരുമിച്ചാണ് അവിടെ മാറുന്നത്. അപ്പോഴും നമുക്ക് വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടെന്ന് പറയാം. ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് ആൻ ആക്സിലറേറ്റഡ് മോഷൻ. അപ്പൊ ഈ 3 എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെക്കുക. കാരണം ഒബ്ജക്റ്റീവ് ടൈപ്പ് പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക്, അതായത് സിറ്റുവേഷൻസ് വന്നിട്ട് വെദർ ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് മോഷൻ, പോസിറ്റീവ് ആക്സിലറേഷൻ, നെഗറ്റീവ് ആക്സിലറേഷൻ, സീറോ ആക്സിലറേഷൻ ആണോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ആക്സിലറേഷൻ എന്താണെന്നുള്ളൊരു ബേസിക് ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. ആക്സിലറേഷനും വെലോസിറ്റിയും ഒരേ ഡയറക്ഷൻ ആവണം എന്ന് നിർബന്ധമില്ല. Okay, it is not necessary that acceleration and velocity must be in the same direction. Velocity and acceleration and direction ഒരേപോലെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഒരേപോലെ ആവണം എന്ന് നിർബന്ധമില്ല. ഇതും ഒന്ന് പഠിച്ചു വെക്കുക. കാരണം അസർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം ആവശ്യമാണ്. ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമ്പിൾസ് ഒക്കെ ഉള്ള വീഡിയോസ് ഉൾപ്പെടുത്തി ചെയ്യാം. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കി പോകാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ കൺസെപ്റ്റ് ഒക്കെ എല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിൽ മനസ്സിലാക്കി പോവാം. ഒരു ബോഡി മുകളിലോട്ട് നമ്മൾ എറിഞ്ഞു എന്ന് വിചാരിക്കും. മുകളിലോട്ട് പോകുന്ന ഒരു വസ്തുവിന്റെ വെലോസിറ്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അപ്വേർഡ് ആണ്. പക്ഷെ ഏതൊരു വസ്തുവും ഭൂമിക്ക് മുകളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അതിന്റെ പുറത്ത്, ആ വസ്തുവിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അല്ലെ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വിൽ ബി ഓൾവേസ് ആക്ടിങ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ എർത്ത്, ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഫോഴ്സിന്റെ ഡയറക്ഷനിലായിരിക്കും ആക്സിലറേഷൻ ആക്ട് ചെയ്യുക. ഒരു വസ്തുവിനെ നമ്മൾ മുകളിലോട്ട് എറിയുന്ന സമയത്ത് വെലോസിറ്റി അപ്വേർഡിലായിരിക്കും, അതേസമയം ആക്സിലറേഷൻ വിൽ ബി ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ കണ്ടുപിട്ടിയത് എന്താണ്? വെലോസിറ്റിയും ആക്സിലറേഷനും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉള്ളതാണ്. സാധാരണ നമ്മളൊരു വസ്തുവിനെ, ഇപ്പൊ ഇതേ സംഭവം തന്നെ നമ്മൾ ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി എടുക്കുവാണെങ്കിൽ വെലോസിറ്റിന്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ആണ്, ആക്സിലറേഷനും ഡൗൺവേർഡ് ആണ്. അപ്പൊ there are many situations where direction of velocity and acceleration are the same, but it is not necessary. എല്ലായ്പ്പോഴും വെലോസിറ്റിന്റെയും ആക്സിലറേഷന്റെയും ഡയറക്ഷൻ സെയിം ആവണമെന്ന് നിർബന്ധമില്ല. ഈ ഒരു പോയിന്റ് നമ്മളൊന്ന് ഓർത്ത് വെക്കുക ആക്സിലറേഷനെ പറ്റിയിട്ട്. ഇനി ആക്സിലറേറ്റഡ് മോഷൻ ആണ്, യൂണിഫോം ആക്സിലറേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാല് എപ്പോഴും വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുമ്പോഴാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ആ ചേഞ്ചിന് ഒരു യൂണിഫോമിറ്റി ഉണ്ടാവാം. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനെ കുറിച്ച് മാത്രമാണ് കേട്ടോ. നോൺ യൂണിഫോം ആക്സിലറേഷൻ നമ്മൾ പഠിക്കുന്നില്ല. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് വെച്ചാല് ദർ ഈസ് ആൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ സ്പീഡ്. പക്ഷെ ആ ഇൻക്രീസിനും ഡിക്രീസിനും ഒരു റിഥമുണ്ട്. അതായത് ഒരു മിനിറ്റിൽ ഇപ്പോ 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന സ്പീഡാണ് കൂടിയത്. അപ്പൊ ആദ്യം 2 മീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിക്കുകയായിരുന്നു. അടുത്ത മിനിറ്റിൽ അതിന്റെ സ്പീഡ് എന്തായി? 4 ആയി, പിന്നെ 6 ആയി, പിന്നെ 8 ആയി. അങ്ങനെ ഒരു റിതമിക് ആയിട്ട് താളത്തോടു കൂടി, അതായത് ഈക്വൽ ആയിട്ടാണ് വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമുക്ക് യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ആവറേജ് വെലോസിറ്റിക്കുള്ള ഒരു ഫോർമുല നമ്മൾ നേരത്തെ വെലോസിറ്റി ആൻഡ് സ്പീഡിന്റെ ടോപ്പിക് പഠിച്ചപ്പോൾ ഞാൻ പഠിപ്പിച്ചിരുന്നു. അവിടെ നമ്മൾ പഠിച്ചത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ എന്നാണ്.
ഇനി യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഡിസ്പ്ലേസ്മെന്റ് അറിയണം എന്ന് കമ്പൽസറി അല്ല. ഡിസ്പ്ലേസ്മെന്റ് അറിഞ്ഞില്ല, വസ്തുവിന്റെ ഇനീഷ്യൽ വെലോസിറ്റി നമുക്കറിയാം, ഫൈനൽ വെലോസിറ്റിയും അറിയാം എന്നുണ്ടെങ്കിൽ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു രണ്ടാമത്തെ ഫോർമുലയാണ് u+v/2. യും വി ഒക്കെ എന്താണെന്ന് എല്ലാവർക്കും ഫെമിലിയർ ആണല്ലോ. യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി, വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി. ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എവിടെ മാത്രമാണ്? when the object is moving with യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ആവറേജ് വെലോസിറ്റിക്ക് നമുക്ക് u+v/2 എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാം. പക്ഷെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ എന്ന് പറയുന്ന ഫോർമുല എല്ലാ സ്ഥലത്തും അപ്ലിക്കബിൾ ആണ്. അത് യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിലും നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിലും ഏത് ടൈപ്പ് ഓഫ് മോഷൻ ആണെങ്കിലും ആവറേജ് വെലോസിറ്റിക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ടേക്ക് എന്ന് പറയുന്ന ഫോർമുല അപ്ലിക്കബിൾ ആണ്. പക്ഷേ u+v/2 എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഫോർമുലയാണ്. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ചാപ്റ്ററിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ മാത്രമാണ്. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ കുറെ സമയമായി പറയുന്നു വെലോസിറ്റി ആക്സിലറേഷൻ എന്നൊക്കെയുള്ളത് അല്ലെ. ഇനി ഈ വെലോസിറ്റിയും ആക്സിലറേഷനും തമ്മിലുള്ള ഒരു കാര്യം, ഒരു പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞിരുന്നു, വെലോസിറ്റിന്റെയും ആക്സിലറേഷന്റെയും ഡയറക്ഷൻ ഇസ് നോട്ട് നെസസറിലി ടു ബി ദ സെയിം. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒബ്ജക്റ്റീവ് എക്സാമിന് മനസ്സിൽ വെച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ടോപ്പിക് ഇങ്ങനെ ഇലാബറേറ്റ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഓരോ ചെറിയ ചെറിയ പോയിന്റും ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് MCQs അല്ലെങ്കിൽ അസർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. ഇപ്പൊ അസർഷൻ റീസണിംഗ് ക്വസ്റ്റിന് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോയിന്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഒബ്ജക്റ്റിന് സീറോ വെലോസിറ്റി ഉണ്ട്, നോൺ സീറോ ആക്സിലറേഷൻ ഉണ്ടാവാൻ പറ്റുമോ? ഇപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് അസർഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് ട്രൂ ആണെന്നാണോ ഫോൾസ് ആണെന്നാണെന്ന് വിചാരിക്കാം? ട്രൂ ആണ്. ഒരു വസ്തുവിന് വെലോസിറ്റി സീറോ ഉണ്ടായാൽ പോലും അതിനൊരു നോൺ സീറോ ആക്സിലറേഷൻ പോസിബിൾ ആണ്. കാരണം ആക്സിലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. ഇപ്പൊ വെലോസിറ്റി ബൈ ടൈം അല്ല ആക്സിലറേഷൻ. അങ്ങനെ വിചാരിക്കുമ്പോഴാണ് വെലോസിറ്റി സീറോ ആകുമ്പോൾ ഡെഫിനറ്റ്ലി ആക്സിലറേഷൻ സീറോ ആവണം എന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് വെലോസിറ്റി ബൈ ടൈം, ഇറ്റ് ഇസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഒരു വസ്തുവിനെ നമ്മൾ മുകളിലോട്ട് എറിഞ്ഞു എന്ന് വിചാരിക്കാം. മുകളിലോട്ട് എറിയുമ്പോൾ ഏറ്റവും ഹൈറ്റിൽ എത്തുന്ന സമയത്ത് ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയാൻ കാരണം എന്താ? അതിനേക്കാളും ഉയരത്തിലോട്ട് അതിന് പോകാൻ പറ്റില്ല. കാരണം ആ ഹൈറ്റിൽ എത്തുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി കുറഞ്ഞ് സീറോ ആയിട്ട് മാറും. പിന്നെ അതിന് മുകളിലോട്ട് പോകാൻ പറ്റില്ല. പിന്നെ അത് എന്ത് ചെയ്യും? അതിന്റെ വെലോസിറ്റി കൂടി താഴേക്കാണ് വരിക. അപ്പൊ ഹയസ്റ്റ് പോയിന്റില് വെലോസിറ്റി സീറോ ആകുന്നു. പക്ഷെ ആ സമയത്തും ഈ സ്റ്റോണിന്റെ പുറത്ത് അല്ലെങ്കിൽ ആ ബോളിന്റെ പുറത്ത്, നമ്മൾ ഏത് വസ്തുവാണ് മുകളിലോട്ട് എറിഞ്ഞത്, ആ വസ്തുവിന്റെ പുറത്ത് ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ ഹയസ്റ്റ് പോയിന്റില് വെലോസിറ്റി സീറോ ആണ്, പക്ഷെ ദർ ഈസ് എ നോൺ സീറോ ആക്സിലറേഷൻ. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ നമ്മളൊന്ന് പഠിച്ചു വെക്കാം. When can an object have zero velocity but non-zero acceleration? When you project an object at the highest point, velocity is zero but acceleration is minus of g. Small g നമ്മൾ ഉപയോഗിക്കുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഒരു വസ്തുവിന് യൂണിഫോം സ്പീഡ് ഉണ്ടായിരിക്കാം, ബട്ട് ഇറ്റ് മേ ഹാവ് ആക്സിലറേഷൻ. നമ്മൾ പഠിച്ചു ആക്സിലറേഷൻ ഉണ്ടാവാനായിട്ട് സ്പീഡ് തന്നെ ചേഞ്ച് ആവണമെന്ന് നിർബന്ധമില്ല, ഡയറക്ഷൻ ചേഞ്ച് ആയാലും മതിയല്ലോ. എക്സാമ്പിൾ എന്താണ്? യൂണിഫോം സർക്കുലർ മോഷൻ. ഈ പോയിന്റ്സ് എല്ലാം ഞാൻ എഴുതി വെച്ചിരിക്കുന്നതിന്റെ കാരണം നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് സ്പെഷ്യലി അസർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഒരു വസ്തുവിന് യൂണിഫോം സ്പീഡ് ഉണ്ട്, പക്ഷെ ആക്സിലറേഷൻ സീറോ ആവണം എന്ന് നിർബന്ധമില്ല. ഇറ്റ് മേ ഹാവ് നോൺ സീറോ ആക്സിലറേഷൻ. എക്സാമ്പിൾ ആണ് യൂണിഫോം സർക്കുലർ മോഷൻ. ഇനി if a body has uniform velocity, see നമ്മൾ എപ്പോഴും അസർഷൻ റീസണിംഗ് ക്വസ്റ്റൻ ഒക്കെ വായിക്കുന്ന സമയത്ത് വേർഡ് ബൈ വേർഡ് കൃത്യമായിട്ട് വായിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? യൂണിഫോം സ്പീഡ് ആണെങ്കിൽ ഇറ്റ് മേ ഹാവ് ആക്സിലറേഷൻ. ഇനി ചോദ്യത്തിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി. ഇഫ് ആൻ ഒബ്ജക്ട് ഈസ് ഹാവിംഗ് യൂണിഫോം വെലോസിറ്റി യൂണിഫോം ആണെന്ന് പറഞ്ഞാൽ there is no way it can have acceleration. ആക്സിലറേഷൻ ഉണ്ടാവാൻ പറ്റില്ല. കാരണം there should be a change in velocity. ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആക്സിലറേഷൻ എന്നുള്ള ഒരു പോയിന്റ് അവിടെ വാലിഡ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഒരു വസ്തുവിന് യൂണിഫോം സ്പീഡ് ഉണ്ടെങ്കിൽ ഇറ്റ് മേ ഹാവ് ആക്സിലറേഷൻ, ബട്ട് ഇഫ് ഇറ്റ് ഡു ഹാവ് യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ
it cannot have acceleration എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, ആക്സലറേഷൻ ഓഫ് ഫ്രീ ഫോൾ ഇൻ വാക്യൂം ഇസ് യൂണിഫോം. വാക്യൂത്തിൽ, അതായത് വാക്യൂം എന്ന് പറയാൻ കാരണം നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എയർ റെസിസ്റ്റൻസിനെ നെഗ്ലക്ട് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുക. അതായത് എയറിന്റെ ഒരു റെസിസ്റ്റൻസ് പ്രാക്ടിക്കലി ഉണ്ടായിരിക്കും, പക്ഷെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നെഗ്ലക്ട് എയർ റെസിസ്റ്റൻസ് എന്ന് പറയും. വാക്യൂത്തിലൂടെയാണ് ഒരു വസ്തു മൂവ് ചെയ്യുന്നത് എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ എടുക്കുക. ആ സമയത്ത് ആക്സലറേഷൻ യൂണിഫോം വാല്യൂ ആണ്, അത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ആക്സലറേഷൻ ആണ് ഉള്ളത്. ആ ആക്സലറേഷന്റെ പേരാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അതിന്റെ SI സിസ്റ്റത്തിലുള്ള വാല്യൂ. CJ സിസ്റ്റത്തിൽ എഴുതുന്ന സമയത്ത് നമുക്ക് 980 സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാം, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ആക്സലറേഷൻ എന്താണെന്നുള്ളതിന്റെ ഒരു ഡെഫിനേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ആക്സലറേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് വാട്ട്? ഇറ്റ് ഈസ് എ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിനെയാണ് നമുക്ക് ആക്സലറേഷൻ എന്ന് പറയാൻ പറ്റുന്നത്. വെലോസിറ്റിന്റെ സിമ്പിൾ V ആണ്. ആക്സലറേഷൻ നമ്മൾ കൊടുക്കുക സ്മോൾ ലെറ്റർ A എന്ന് പറയുന്ന സിമ്പിൾ ആണ്. അപ്പൊ ആവറേജ് ആക്സലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി, അപ്പൊ നമുക്ക് V2 മൈനസ് V1 എഴുതാം, ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം വിച്ച് ഇസ് T2 മൈനസ് T1. അല്ലെങ്കിൽ ചേഞ്ച് എന്ന് കാണിക്കാനായിട്ട് നമ്മൾ ഡെൽറ്റ എന്നുള്ള സിമ്പിൾ ഉപയോഗിക്കാറുണ്ട്, ട്രയാങ്കുലർ സിമ്പിൾ അല്ലെ. അപ്പൊ ഡെൽറ്റ V ബൈ ഡെൽറ്റ T എഴുതാം. ഇനി ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ ആണ് കണ്ടുപിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ലിമിറ്റ് ഡെൽറ്റ T ടെൻസ് ടു 0, അതായത് ടൈം ഡ്യൂറേഷൻ ഏറ്റവും ചെറുതായിട്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഇൻസ്റ്റന്റ് എന്ന് പറയാൻ പറ്റുക അല്ലെ. അപ്പൊ നമുക്ക് ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്നുള്ളതിന് പകരം differential of velocity with respect to time എഴുതാം. അതാണ് dv by dt. It is acceleration is nothing but differential of velocity with respect to time. ഡിഫറൻസിയേഷൻ എന്താണെന്നുള്ള ബേസിക്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ടൊന്ന് ഡിഫറൻസിയേഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ, പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇനി acceleration of a particle at any instant or at any point can be called as ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. ഒരു ഇൻസ്റ്റന്റിൽ, ഒരു മൊമെന്റിൽ സംഭവിക്കുന്ന ആക്സലറേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ എന്ന് വിളിക്കുന്നത്. ആക്സലറേഷനെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആക്സലറേഷൻ എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് ഡയറക്ഷൻ. Direction of acceleration is the same as the direction of velocity of the object, but not necessarily to be always. മോസ്റ്റ് ഓഫ് ദ ടൈമിലും ആക്സലറേഷന്റെ ഡയറക്ഷനും വെലോസിറ്റിന്റെ ഡയറക്ഷനും സെയിം ആയിരിക്കും, എക്സെപ്റ്റ് ഇൻ a few situations. I have given you one example for that. Acceleration can be either positive, 0 or negative. പോസിറ്റീവ് ആക്സലറേഷൻ ഉണ്ടാവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ വെലോസിറ്റിന്റെ വാല്യൂ, ആക്സലറേഷൻ എന്ന് പറയുന്നത് there should be a change in velocity. ഈ ചേഞ്ച് എന്ന് പറയുന്നത് കൂടി വരുമ്പോഴും നമുക്ക് ചേഞ്ച് എന്ന് പറയാം, വാല്യൂ കുറഞ്ഞു വരുമ്പോഴും ചേഞ്ച് എന്ന് പറയാം അല്ലെ. അപ്പൊ വെലോസിറ്റിന്റെ വാല്യൂ ഇൻക്രീസിങ് ആണ് എന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ ഇസ് സെറ്റ് ടു ബി പോസിറ്റീവ്. അതായത് ഒരു വസ്തുവിനെ നമ്മൾ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്പീഡ് കൂടിയാണ് വരുന്നത്, അതുകൊണ്ട് അതിന് പോസിറ്റീവ് ആക്സലറേഷൻ എന്ന് പറയാം. അതേസമയം ഒരു വസ്തുവിനെ നമ്മൾ മുകളിലോട്ട് എറിയുകയാണെന്ന് വിചാരിക്കുക, അപ്പൊ എന്താ സംഭവിക്കുന്നത്? അതിന്റെ വെലോസിറ്റി കുറഞ്ഞു വന്ന് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ 0 ആയിട്ട് മാറുന്നുണ്ട്, വിച്ച് മീൻസ് ആക്സലറേഷൻ ഇസ് നെഗറ്റീവ്. ഡിക്രീസിങ് വെലോസിറ്റി ആണെങ്കിൽ നെഗറ്റീവ് ആക്സലറേഷൻ എന്ന് പറയാം, no change in velocity ആണെങ്കിൽ zero acceleration പറയാം. അപ്പോൾ increasing acceleration means positive, decreasing acceleration means negative, and there is no change means zero. അപ്പോൾ ആക്സലറേഷന്റെ വാല്യൂ പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ ആവാനുള്ള ചാൻസ് ഉണ്ട്. ആക്സലറേഷൻ ഓഫ് എ ബോഡി is zero when it moves with uniform velocity. Uniform velocity means there is no change in velocity ആണെങ്കിൽ acceleration can be taken as zero. ഇനി ആക്സലറേഷൻ അളക്കാനുള്ള യൂണിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെലോസിറ്റിന്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചിരുന്നു, മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ സെന്റിമീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവർ. ഇതിനെല്ലാത്തിനും ടൈം കൊണ്ട് ഒന്നുകൂടെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആക്സലറേഷന്റെ യൂണിറ്റ് കിട്ടും. CJ സിസ്റ്റത്തിലാണെങ്കിൽ സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാം. SI സിസ്റ്റത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് SI സിസ്റ്റം ആണ്. പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് SI സിസ്റ്റത്തിലാണ് നമ്മൾ പ്രോബ്ലംസ് എല്ലാം ചെയ്യാറുള്ളത്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ള യൂണിറ്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അതാണ് SI യൂണിറ്റ്. കിലോമീറ്റർ പെർ അവർ സ്ക്വയർ ആണ് when we deal with practical situations where
ലാർജർ ഡിസ്റ്റൻസസ് ആർ ഇൻവോൾവ്. ലാർജ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് മീറ്ററിനേക്കാളും എളുപ്പം കൺവീനിയന്റ് ആയിട്ടുള്ളത് കിലോമീറ്ററിൽ പറയാനായിരിക്കും. അത് സഞ്ചരിക്കാനായിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു 2-3 മണിക്കൂറുകളൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ കിലോമീറ്റർ പെർ അവർ സ്ക്വയറിലാണ് പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിൽ നമ്മൾ ആക്സലറേഷനെ അളക്കാറുള്ളത്. പക്ഷെ SI സിസ്റ്റത്തിൽ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ള യൂണിറ്റ് ആണ് ആക്സലറേഷനെ എടുക്കേണ്ടത്. യൂണിഫോം ആക്സലറേഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞു പോയതാണ്. ഒരു വസ്തുവിന്റെ ആക്സലറേഷൻ ഉണ്ടാവുന്നപ്പോഴാണ് ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി. ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി ഒരു യൂണിഫോം റേറ്റിലാണ്, അതായത് വെലോസിറ്റി കൂടുന്നുണ്ട്, അത് കൃത്യമായിട്ടാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്, കൃത്യം അളവിലാണ് കൂടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? യൂണിഫോം ആക്സലറേഷൻ പറയാം. യൂണിഫോം ആക്സലറേഷന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറയുന്നത്. അതിന്റെ ഓരോ ഇൻസ്റ്റന്റിലും കൂടുന്ന വെലോസിറ്റിന്റെ അളവ് സെയിം ആണ്. അതുകൊണ്ടാണ് ആക്സലറേഷൻ ഒരു കോൺസ്റ്റന്റ് വാല്യൂ നമ്മൾ പഠിച്ചു. ഏതായിരുന്നു വാല്യൂ? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ളത്. ഇനി സാധാരണയായിട്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളൊരു കാർ എടുത്ത് ഡ്രൈവ് ചെയ്യാൻ പോകുന്ന സമയത്ത് കൃത്യമായിട്ടൊന്നും നമുക്ക് വെലോസിറ്റി മാറ്റി കൊണ്ടുവരാൻ പറ്റില്ല അല്ലെ? ആ സമയത്തുള്ള ആക്സലറേഷന് പറയുന്ന പേരാണ് നോൺ യൂണിഫോം ആക്സലറേഷൻ. A body is said to be moving with non-uniform acceleration if its velocity increases by unequal amounts in equal intervals of time. ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ അൺഈക്വൽ ആയിട്ടാണ് വെലോസിറ്റി മാറുന്നത് എന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരു ബിസി റോഡിലൂടെ ഒരു കാർ ട്രാവൽ ചെയ്യുന്നു, ആ സന്ദർഭങ്ങളിലെല്ലാം ഉണ്ടാകുന്നത് നോൺ യൂണിഫോം ആക്സലറേഷൻ ആണ്. അപ്പൊ ആക്സലറേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട എല്ലാ പോയിന്റ്സും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. It is about derivations of kinematic equations of motion from velocity time graph. ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസും കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷനും റിലേറ്റീവ് വെലോസിറ്റി ഒക്കെയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അത് നമുക്ക് അധികം സമയം കളയാതെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പഠിച്ചു തീർക്കാം എന്നാണ് വിചാരിക്കുന്നത്. കണ്ടന്റ് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം നമുക്ക് ഈ ചാപ്റ്ററിനൊക്കെയുള്ള കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടെ ആൻസർ ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സോ സജഷൻസോ കമന്റ്സ് മീൻസ് ഫീഡ്ബാക്സോ എന്തൊക്കെ ഉണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് എഴുതാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതും കൂടെ പരിഗണിക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.